ഹലോ എവ്രി വൺ. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു RRB NTPC എന്നുള്ളൊരു കാര്യം അല്ലേ. NTPCയുടെ വാക്കൻസി എത്രയാണ്, NTPC എപ്പോൾ വരും, എന്നോട്ട് ഇനി പഠിച്ചു തുടങ്ങണം എന്നൊക്കെയുള്ള ആകെ കൺഫ്യൂഷനിലാണ് നിങ്ങൾ എല്ലാവരും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു ഇമ്പോർട്ടൻ്റ് ഒരു അപ്ഡേറ്റ് തരാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ RRB NTPC റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന നോൺ ടെക്നിക്കൽ പോസ്റ്റ് ആണ് നമ്മുടെ NTPC എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ എക്സാമിനേഷനെ കുറിച്ചിട്ടുള്ള, കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സെപ്റ്റംബർ, നമ്മുടെ കലണ്ടർ പ്രകാരം സെപ്റ്റംബറിലാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരേണ്ടത്. കാരണം നമ്മുടെ ഇപ്പോൾ വിളിക്കേണ്ടിയിരുന്ന RRB JEE വിളിച്ചു എന്ന് വെച്ചാൽ ഷോർട്ട് നോട്ടീസ് വന്നല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു മാസം തന്നെ അതും വരും. ഓക്കെ, അപ്പോൾ RRB JEEയുടെ ഷോർട്ട് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ ഉടനെ വരും. അപ്പോൾ അത് കഴിഞ്ഞ് വരേണ്ട ആളാണ് നമ്മുടെ RRB NTPC എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വാക്കൻസി ലിസ്റ്റ് ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു PDF സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റിലൊന്നും വന്നിട്ടില്ല, എന്നാലും ഈ ഒരു ലിമിറ്റ് വെച്ച് തന്നെയായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, അവർ അടുത്തും എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻഷ്യൽ എന്നുള്ള ഒരു രീതിയിൽ, അതായത് ഇന്റേണലി സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു PDF ഇങ്ങനെ സർക്കുലേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കോൺഫിഡൻഷ്യൽ ആണെന്നാണ് പറയുന്നത്. അതായത് ഉള്ളിൽ നമുക്കറിയാലോ ഇവരുടെയൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു PDF ആണിത്. അപ്പോൾ എന്തായാലും ഇതിലെന്തായിരിക്കും, ഈ ഒരു പ്രകാരം തന്നെയായിരിക്കും, ഇതിൻ്റെ ഒരു കോപ്പി ആയിട്ട് തന്നെയായിരിക്കും ഇതിൻ്റെ ഒറിജിനൽ പബ്ലിക്കേഷൻസ് വരുന്നത്. അപ്പോൾ എന്തായാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ റെയിൽവേ നടത്തുന്നതിൻ്റെ ആ ഒരു വാക്കൻസി ലിസ്റ്റ് 10K വാക്കൻസീസ് ആണ്, 10K പ്ലസ് വാക്കൻസി ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എന്താണ് അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ എന്തിനൊക്കെയാണ് ഇപ്പോൾ വാക്കൻസീസ് വിളിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ NTPC പോസ്റ്റുകൾ നിങ്ങൾക്കറിയാം. നമ്മുടെ മെയിൻ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. നിങ്ങൾക്കറിയാം NTPC എന്ന് പറഞ്ഞൊരു എക്സാമിനേഷൻ എഴുതാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ്, +2 ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഒരുപോലെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് നമ്മുടെ NTPC എന്ന് പറയുന്നത്. അതിൽ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ, അതായത് +2 കഴിഞ്ഞ് നിൽക്കുന്നവർക്കും ഉള്ള പോസ്റ്റ് ഉണ്ട്. +2 കഴിഞ്ഞിരിക്കുന്നവർക്കാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളുള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക്, ആ ഒരു ക്ലറിക്കൽ ടൈപ്പിസ്റ്റ് പോസ്റ്റാണ്. നോൺ ടെക്നിക്കൽ പോസ്റ്റിൽ വരുന്ന ഇത്രയും ജോബ്സ് എന്തിലാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്, നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് കാറ്റഗറിയിലാണ് നോർമലി വരുന്നത്, നോൺ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്സിലാണ് വരുന്നത്. അപ്പോൾ അപ്രൂവ്ഡ് വാക്കൻസിയാണ് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാണ്ട ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ വാക്കൻസി വിളിച്ചിരിക്കുന്നത് 361 വാക്കൻസി അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് തന്നെ വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 3404 വാക്കൻസീസ് ആണ് നമ്മുടെ ട്രെയിൻസ് ക്ലർക്കിന് വേണ്ടി വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഓരോ ജോബിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഈ ജോബ് പോസ്റ്റ് എന്നൊക്കെ കൃത്യമായിട്ടൊരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണ്, +2 കഴിഞ്ഞ് നിൽക്കുന്നവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതാണ് ടോട്ടൽ A കാറ്റഗറിയിൽ അവർ വിളിച്ചിരിക്കുന്ന വാക്കൻസി 3404 ആണ്. അതായത് 3000 പ്ലസ് വാക്കൻസീസ് ഇപ്പോൾ തന്നെ വിളിച്ചു കഴിഞ്ഞു. ഈ ഇത്രയും പോസ്റ്റിന് വേണ്ടി നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ വിളിച്ചതാണ് 3000 പ്ലസ് വാക്കൻസീസ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാറ്റഗറി B ആയിട്ട് എന്താണ്, ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ്, അതായത് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവരുടെ പോസ്റ്റുകളാണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ, ഏറ്റവും നല്ല ശമ്പളം കിട്ടുന്ന നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്, ഗുഡ്സ് ട്രെയിൻ മാനേജർ ഉണ്ട്, ചീഫ് കം കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഉണ്ട്, ജൂനിയർ അക്കൗണ്ട് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, അതുപോലെ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അവിടെ സീനിയറിന്റെ ലെവലിലുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. ഈ ഒരു നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോസ്റ്റുകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും എടുത്ത് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ വാക്കൻസി ലിസ്റ്റും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ B കാറ്റഗറിക്ക് 7479 എന്ന് പറയുന്ന ഒരു, അതായത് 7000 പ്ലസ് വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3000 പ്ലസ് വാക്കൻസീസ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിനും അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിനേക്ക് വേണ്ടി നമുക്ക് 7000 പ്ലസ് വാക്കൻസീസും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു കാര്യമായിട്ട് കാണണ്ട. ടോട്ടലി നമുക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 10 പ്ലസ് വാക്കൻസീസ് എന്തിനു വിളിച്ചിട്ടുണ്ട്, 10,000 കറക്റ്റ് കാണുമ്പോൾ അറിയാം, 10,884 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട് കേട്ടോ. 10,884 വാക്കൻസീസ് ടോട്ടൽ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വന്ന ഒരു ഷെഡ്യൂളിൽ തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും ഇതെന്ത് ചെയ്യാം, കൂടാം. നിങ്ങൾക്ക് അറിയാമല്ലോ, നോർമലി എപ്പോൾ വിളിച്ചാലും അതിനേക്കാളും ഒരു പടി മുന്നിലായിരിക്കും ലാസ്റ്റ് ഒരു പബ്ലിക്കേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്യുക, ഒരു കറക്റ്റ് ഒരു രീതിയിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, ഒഫീഷ്യൽ വാക്കൻസി ലിസ്റ്റ് വരുമ്പോൾ എന്തായാലും ഇത് കൂടി തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എന്തായാലും മനസ്സിലാക്കേണ്ടത് +2 ആണെങ്കിൽ 3000 പ്ലസ് വാക്കൻസീസും ഉണ്ട്. അപ്പോൾ ഈ പോസ്റ്റുകളൊക്കെ മനസ്സിലാക്കുക. ഇത്രയും പോസ്റ്റുകൾ ഇതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ല പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ആണ്. അപ്പോൾ ഇതിനു വേണ്ടി ഈ ഒരു വാക്കൻസിയാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, നിലവിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതെന്ത് ചെയ്യാം, ചേഞ്ച് ആവാൻ ഒരുപാട് അവസരങ്ങളുണ്ട്.
അപ്പോൾ ഈ കാര്യമാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, അവർ വിളിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ റെയിൽവേ ആണ് സോൺ ബേസ്ഡും എന്ത് ചെയ്യുന്നുണ്ട്, വാക്കൻസി വിളിക്കാറുണ്ട് അല്ലേ. സോൺ നമ്മൾ വയ്ക്കുന്ന സോൺ ബേസിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, വാക്കൻസി പറയുന്നത്. നമ്മുടെ 16 സോൺസിലാണ് പറയുന്നത്, സെൻട്രൽ, ഈസ്റ്റ് കോസ്റ്റ്, ഈസ്റ്റ് സെൻട്രൽ, ഇങ്ങനെ നമ്മുടെ എല്ലാ സെൻറ്റർ സോൺസും ഉണ്ടല്ലോ, എവിടെയൊക്കെയാണോ സോൺ വെക്കേണ്ടത് ആ ഒരു രീതിക്ക്. ഇപ്പോൾ നമുക്കറിയേണ്ടത് എവിടെയാണ്, സദേണിലാണ് മെയിനായിട്ട് വെക്കേണ്ടതെങ്കിൽ സദേണിൽ അത്യാവശ്യം നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ചെന്നൈ, ട്രിവാൻഡ്രം സെൻട്രൽ, സെൻട്രൽ, സൗത്ത് വെസ്റ്റേണിലാണെങ്കിൽ ബാംഗ്ലൂർ, ഇതിൻ്റെ ഇത്രയും വാക്കൻസി ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 1046 വാക്കൻസി ചെന്നൈക്ക്, അതുപോലെ നമ്മുടെ ബാംഗ്ലൂർ, ട്രിവാൻഡ്രത്തിനൊക്കെ 819, 585 എന്ന് പറഞ്ഞൊരു വാക്കൻസി ലിസ്റ്റാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതെന്തായാലും കുറച്ചും കൂടെ എന്ത് ചെയ്യാം, അപ്ഗ്രേഡ് ആവാൻ ചാൻസ് ഉണ്ട്. ആരും എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോൺഫിഡൻഷ്യൽ രീതിയിൽ വന്നതാണ്, ഒഫീഷ്യൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനി വരുന്ന ഒഫീഷ്യൽ ലിസ്റ്റ് ഇതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു രീതിയിലാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഒരു വാക്കൻസി വിളിച്ചിട്ടുള്ളത്. അപ്പോൾ കോമ്പറ്റീഷൻ ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പ്രിപ്പയർ ആവുക. ഗ്രാൻഡ് ടോട്ടൽ നമ്മുടെ വാക്കൻസി നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചോ, 10,884 വാക്കൻസീസ്, 10+ വേക്കൻസീസ്, 10K+ വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. 10,884 വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു കുഞ്ഞു കാര്യമായിട്ട് ആരും കാണണ്ട. അപ്പോൾ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രമേ ഇനി പറയാവുള്ളൂ. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും. ഇതിൻ്റെ വെബ്സൈറ്റിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ പറയുന്നതാണ്. എന്തായാലും എന്ത് ചെയ്യുക, അതിനുവേണ്ടി എല്ലാവരും ഫോക്കസ് ആയിട്ടിരിക്കുക. അപ്പം റെയിൽവേക്ക് വേണ്ടി ഒരു ജോലി കാത്തിരിക്കുന്നവരാണെങ്കിൽ ഉടനെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും വരുന്നതാണ്. അതിന് വേണ്ടിയായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, താങ്ക് യു.